നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരിയിലെ ഉത്തര നക്ഷത്ര ഫലം. ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ അത്യന്തം തേജസ്സുറ്റ നക്ഷത്രങ്ങളൊന്നായ ഉത്രം 2026 ഫെബ്രുവരി മാസത്തിൽ നേരിടാൻ പോകുന്ന ഗ്രഹമാറ്റങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനമാണ്. പ്രപഞ്ചത്തിലെ ഗ്രഹവിന്യാസങ്ങൾ മാനവരാശിയുടെ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്ന ഒരു സന്ധിയാണ് 2026 ആഗോള ജ്യോതിഷ സമൂഹം വിലയിരുത്തുന്നത്. ഈ കാലയളവിൽ ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ, വെല്ലുവിളികൾ, വിജയങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാവുന്നതാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന പ്രത്യേകതയെക്കുറിച്ചുള്ള ലളിതമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. സൂര്യൻ അധിപനായ ഉത്തര നക്ഷത്രം ചിങ്ങൻ രാശിയുടെ അവസാന പാദത്തിലും കന്നി ആദ്യ 3 പാദങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർ സ്വതവേ നേതൃത്വ ഗുണമുള്ളവരും കഠിനാധ്വാനികളുമാണ്. വിജയം തേടിയെത്തുന്നവരെ വിശ്രമിക്കാത്ത സ്വഭാവക്കാരായ ഇവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനങ്ങളിലെത്താൻ പ്രാപ്തിയുള്ളവരാണ്. ഉത്തരത്തിൻ്റെ ദേവതയായ ആര്യമാവ് സൗഹൃദത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സത്യസന്ധതയുടെയും പ്രതീകമാണെന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദയയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യവും കാണുന്നുണ്ട്. എങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. പെട്ടെന്ന് തന്നെ ശാന്തരാകുന്ന സ്വഭാവക്കാരുമാണ്. 2026 ഫെബ്രുവരി മാസം ജ്യോതിഷ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറ്റുന്നത് കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന അപൂർവമായ ഗ്രഹസംഗമം മൂലമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവരോടൊപ്പം രാഹു കൂടി കുംഭൻ രാശിയിൽ ഒന്നിക്കുന്നത് വ്യക്തിപരമായ തലത്തിലും ആഗോള തലത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് വിശകലന വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അവരുടെ ചിന്താഗതിയിലും ലക്ഷ്യങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശനി ഭഗവാൻ മീനൻ രാശിയിൽ തുടരുന്നത് ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സങ്കീർണമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 1-ാം പാദക്കാർക്ക് ശനി 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അഷ്ടമശനി ദോഷപരമായ അവസ്ഥയാണ് പ്രകടമാകുന്നത്. അതേസമയം ഉത്തരം 2, 3, 4 പാദക്കാർക്ക് ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കണ്ടകശനി എന്ന പരീക്ഷണ കാലഘട്ടത്തെയും സൂചിപ്പിക്കുന്നു. ക്ഷമയും അച്ചടക്കവും വഴി മാത്രമേ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഫെബ്രുവരി 17 സംഭവിക്കുന്ന സൂര്യഗ്രഹണം ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർനിർമ്മാണത്തിൻ്റെ സമയമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ ഗ്രഹണം കുംഭൻ രാശിയിൽ ശതാഭിഷ നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് പങ്കാളിത്തത്തിലോ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിലോ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് വിലയിരുത്തുന്നു. ഉത്തര നക്ഷത്രക്കാരുടെ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2026 ഫെബ്രുവരി ഒരു സമ്മിശ്ര ഫലമായിരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പൊതുവെ സ്ഥിരതയ്ക്കും അംഗീകാരത്തിനുമുള്ള സമയമാണെങ്കിലും ഫെബ്രുവരിയിലെ ഗ്രഹസംഗമം തൊഴിൽ മേഖലയിൽ ചില അപ്രതീക്ഷിത സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും. ഉത്രം 1-ാം പാദം അഷ്ടമശനിയുടെ സ്വാധീനം മൂലം തൊഴിലിൽ ഭാരം വർദ്ധിക്കാം. കഠിനാധ്വാനം ചെയ്താലും ഉടൻ ഫലം ലഭിക്കാത്ത അവസ്ഥയാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. എങ്കിലും വ്യാഴത്തിൻ്റെ 11-ാം ഭാവത്തിലെ സ്ഥിതി ബോണസോ മറ്റോ ലഭിക്കാനും കാരണമാകും. ഉത്രം 2, 3 പാദങ്ങൾ 10-ാം ഭാവത്തിലെ വ്യാഴം പുതിയ തൊഴിലവസരങ്ങൾ നൽകും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും IT ബാങ്കിംഗ് മേഖലയിലുള്ളവർക്കും അനുകൂല സമയമാണ്. കണ്ടകശനി മൂലം സഹപ്രവർത്തകരിൽ നിന്നുള്ള രാഷ്ട്രീയവും മത്സരങ്ങളും നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് ഫെബ്രുവരിയിലെ ഗ്രഹമാറ്റങ്ങൾ വിപ്രകാരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ ബിസിനസ്സിൽ പരീക്ഷിക്കാൻ ഉചിതമായ സമയമാണ്. എന്നാൽ ഗ്രഹണ സമയത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണമെന്നും വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തര നക്ഷത്രക്കാർക്ക് തെറ്റായ തീരുമാനങ്ങൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില പണ്ഡിതർ മുന്നറിയിപ്പ് നൽകുന്നത്. സാമ്പത്തികമായി ഉത്തര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം ഉയർച്ച താഴ്ചകൾ നടന്നതായിരിക്കും. വരുമാനത്തിൽ വർധനമുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ സമ്പാദ്യത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. സൂര്യഗ്രഹണം 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ സംഭവിക്കുന്നവർക്ക് അപ്രതീക്ഷിത ഭാരിച്ച ചെലവുകൾ വരുമെന്ന് വിലയിരുത്തുന്നു. കുടുംബപരമായ കാര്യങ്ങൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ പൊതുസ്വത്ത് വഴിയോ ധനസമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസത്തിൽ പിന്തിരിയുന്നതാണ് ഉചിതമെന്ന് പറയുന്നുണ്ട്. രാഹുവിൻ്റെ സ്വാധീനം മൂലം ആവേശം തോന്നി എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കും. സമ്പാദ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ബജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിലെ ഉത്തര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം സഹിഷ്ണുതയുടെയും ആശയവിനിമയത്തിൻ്റെ മാസമാണെന്ന്. ഗ്രഹസംക്രമങ്ങൾ വ്യക്തിതലത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ടകശനിയുടെ സ്വാധീനമുള്ള കന്നിക്കൂറ് പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും തുറന്ന ആശയവിനിമയത്തിലൂടെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കുമെന്നതാണ്. പഴയ ബന്ധങ്ങളിൽ നിന്നും മാറ്റങ്ങൾ വരാൻ ചിലർ അകലുകയും പുതിയ താല്പര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തേക്കാം. മക്കളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവരുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾ അല്പം അസ്വസ്ഥതയുണ്ടാക്കും. ഉത്തര നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ ബഹുമാനവും ആദരവും ലഭിക്കുന്ന സമയമാണ്. എങ്കിലും ഏകാന്തത അനുഭവിക്കുന്ന പ്രവണതയും ഇവർ പ്രകടിപ്പിക്കാം.
പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണെങ്കിലും ആവേശം മൂലം എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകുമെങ്കിലും കടബാധ്യതയിലേക്ക് നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ ഉത്തര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ പ്രത്യേക മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം മാനസിക സമ്മർദ്ദവും ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടാക്കും. ഉത്തര നക്ഷത്രക്കാർ നേരിടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ: പുറം വേദന, തലവേദന, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. ഭക്ഷണത്തിൽ കർശനമായ നിയന്ത്രണം പാലിക്കുന്നത് ഉദര രോഗങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മദ്യപാനവും മാംസാഹാരവും ഒഴിവാക്കി സാത്വികമായ ജീവിത രീതി പിന്തുടരുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. ദിവസവും യോഗയോ വ്യായാമവും ശീലിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2026 ഫെബ്രുവരി മാസം അച്ചടക്കത്തിൻ്റെയും ഏകാഗ്രതയുടെയും മാസമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. 10ാം ഭാവത്തിലെ വ്യാഴം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. എങ്കിലും കണ്ടകശനിയുടെയും അഷ്ടമശനിയുടെയും സ്വാധീനം പഠനത്തിൽ തടസ്സങ്ങളോ ഏകാഗ്രതയോ കുറവോ ഒക്കെ ഉണ്ടാക്കും. മടി ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കൂ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഫെബ്രുവരി 15 ശേഷമുള്ള കാലയളവ് കൂടുതൽ അനുകൂലമായിരിക്കും. ഉത്തരത്തിൻ്റെ അധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ദിവസവും രാവിലെ ആദിത്യ ഹൃദയം ജപിക്കുകയോ സൂര്യമന്ത്രങ്ങൾ ഉരുടുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ശനിദോഷ നിവാരണത്തിനായി ശിവഭജനം ഏറ്റവും ഫലപ്രദമാണ്. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപനായ അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഉത്രമാണ്. എല്ലാ മാസവും ഉത്രനാളിൽ അയ്യപ്പ പൂജയോ വിളക്കോ നടത്തുന്നത് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ശനിദോഷ ശാന്തിക്ക് അത്യുത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് കാരണമാകും. പാവപ്പെട്ടവർക്ക് വികലാംഗർക്ക് ഭക്ഷണം നൽകുന്നതോ ദാനം നൽകുന്നതും ഗ്രഹദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും.